അള്ളാഹുവിൻ്റെ ഏകത്വമാണ്. അവൻ അതുല്യനാണ് എന്നുള്ളതാണ് തെളിയുന്നത്. അതാണ് അള്ളാഹുവിൻ്റെ അൽ അഹദ് എന്നുള്ള നാമം തേടുകയും അർത്ഥമാക്കുകയും ചെയ്യുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിൻ്റെ ഏകത്വം അതറിയിക്കുന്ന ഒരു ചിഹ്നമാണല്ലോ നമ്മൾ തശഹുദിൽ വിരലുയർത്തൽ. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു തആല അൻഹു നമസ്കരിക്കണുണ്ട്. അപ്പോൾ അദ്ദേഹം 2 വിരൽ ഉയർത്തിയിരുന്നു. 2 വിരൽ തശഹുദിലിരുന്നിട്ട്, നമ്മൾ തശഹുദിലിരുന്നാൽ എന്താ ചെയ്യുക? ഒന്നാമത്തെ തശഹുദിലും രണ്ടാമത്തെ തശഹുദിലും ഒക്കെ ഇരുന്നാൽ നമ്മൾ വിരൽ ഉയർത്തും. അത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മാത്രം പറയുമ്പോൾ ഉയർത്തുന്നതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നുള്ള ധാരാളം തിരുമൊഴികളിൽ ഹദീസുകളിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇദാ ഖഅദ ലിത്തശഹുദി, തശഹുദിനിരുന്നാൽ റഫഅ ഉസ്ബുഅഹു, തൻ്റെ വിരൽ ഉയർത്തുമായിരുന്നു. തൻ്റെ വിരൽ ഉയർത്തുമായിരുന്നു. അതെങ്ങനെ ഉയർത്തുമായിരുന്നു? അതിൽ വിവിധ പ്രയോഗങ്ങൾ കാണാൻ സാധിക്കും. നമ്മുടെ വിരലുകൾക്കൊക്കെ ഓരോ പേരുണ്ട്. ഇതിന് ഖിൻസർ എന്നാ പറയുക, ചെറുവിരലിന്. മോതിരവിരലിന് ബിൻസർ എന്നാ പറയാ, ഖിൻസർ, ബിൻസർ. പിന്നെ മധ്യവിരലിന് ഉസ്ത എന്നാ പറയാ, ഉസ്ത. ഈ വിരലുണ്ടല്ലോ, ചൂണ്ടുവിരൽ, അതിന് സബ്ബാബ എന്നും സബ്ബാഹ എന്നും പറയും. സബ്ബാഹ, സബ്ബാബ. സബ്ബാബ എന്ന് പറഞ്ഞാൽ സബ്ബാന ചീത്ത പറഞ്ഞു എന്നാണ്, ശകാരിച്ചു. നമ്മൾ ഒരാളെ ശകാരിക്കുമ്പോൾ ഏത് വിരലാ ചൂണ്ട? നല്ല കരുതിക്കും അറിയില്ലേ, നല്ല കരുതിക്കുക. അതിന് ഈ വിരലാ ചൂണ്ട. അതുകൊണ്ടാണ് ഇതിന് സബ്ബാബ എന്ന് പേര്. സബ്ബാഹ എന്ന് പറയും തസ്ബീഹ് എടുക്കുന്ന വിരൽ. തസ്ബീഹ് എടുക്കുന്ന വിരൽ നമ്മൾ തസ്ബീഹ് ചെല്ലുമ്പോൾ എങ്ങനെ തസ്ബീഹ് അല്ല, ഈ വിരലാണ് തസ്ബീഹിന് വേണ്ടിയിട്ട് ഈ വിരൽ. പിന്നെ നമ്മൾ ദിക്റുകൾ മൊത്തത്തിൽ ഇപ്പം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് തുടങ്ങിയതായ അതൊക്കെ തസ്ബീഹിൽ മൊത്തത്തിൽ പറയും. അതിലൊക്കെ നമ്മൾ വിരലാണ് ഉയർത്തുക. ഇതല്ലേ. അപ്പോൾ ദിക്റിനുള്ള, അതേപോലെ തന്നെ ഈ സബ്ബാബക്കുള്ള വിരലാണ് ചൂണ്ടുവിരൽ. അതുകൊണ്ട് അതിന് സബ്ബാബ എന്നും പേരുണ്ട്, സബ്ബാഹ എന്നും പേരുണ്ട്. പിന്നെ ഈ തള്ള വിരൽ, അതിന് ഇബ്ഹാം എന്നാ പറയാം, ഇബ്ഹാം. ഇത് അറബി ഭാഷൻ്റെ ഒരു പ്രത്യേകതയാണ്. ഓരോ വിരലിനും ഓരോ പേര്. ഇനി മാത്രമല്ല, ഒരു വിരലിൻ്റെ ഉണ്ടല്ലോ, ഈ വിരലിൻ്റെ അഗ്രഭാഗങ്ങൾക്ക് ഓരോന്നിനും വേറെ പേര്. മനസ്സിലായില്ലേ? അതേപോലെ തന്നെ ഈ ബന്ധങ്ങളുണ്ടല്ലോ, അതിനൊരു പേര്. റുസ്ഖ്, കൂഴ്, കുർസൂഴ് എന്നൊക്കെ പറഞ്ഞ അങ്ങനെ പല പേരുകളാണ്. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തശഹുദിന് ഇരുന്നാൽ തൻ്റെ വിരൽ ചൂണ്ടുമായിരുന്നതാണ്. ഇരുന്നാൽ അത് ഏത് വിരല ചൂണ്ടുന്നത്? സബ്ബാഹയാണ് അല്ലെങ്കിൽ സബ്ബാബയാണ്. അപ്പം റസൂൽ ചില ഹദീസുകളിൽ കാണാം, മറ്റു വിരലുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഖിൻസർ, ബിൻസർ, ഉസ്ത, ഇബ്ഹാം, ഈ വിരലുകൾ ചുരുട്ടി പിടിക്കും, സബ്ബാഹ ചൂണ്ടും, ഇത് ചൂണ്ടും. അങ്ങനെ ഹദീസിൽ വന്നിട്ടുണ്ട്. മറ്റു ചില റിപ്പോർട്ടുകളിൽ കാണാം ഖിൻസറും ബിൻസറും മടക്കി പിടിക്കും, ഉസ്ത നടുവിരൽ അതും, ഇബ്ഹാം തള്ള വിരലും ഇങ്ങനെ വൃത്താകൃതിയിൽ പിടിക്കും, എന്നിട്ട് സബ്ബാഹ ചൂണ്ടും. അപ്പം ഇങ്ങനെ മനസ്സിലായില്ലേ? എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വിരൽ ചൂണ്ടിയിട്ട് നിസ്കരിച്ചിരുന്നു എന്നാണ്. അതായത് റസൂലുള്ളാഹിന്റെ ചര്യ. കാന യുഹർരികുഹ വയദഉ ബിഹ, അങ്ങനെയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ വിരൽ ഇളക്കിയിരുന്നു, അതുകൊണ്ട് ദുആ ചെയ്തിരുന്നു. വിരൽ ഇളക്കിയിരുന്നു, ദുആ ചെയ്തിരുന്നു. അപ്പോൾ നമ്മുടെ തശഹൂദിൽ അത്തഹിയാത്തു അൽ മുബാറകാത്ത് അല്ലെങ്കിൽ അത്തഹിയാത്തു ലില്ലാഹ് വസ്സലവാത്തു വത്തയ്യിബാത്ത്, തശഹൂദിന് പല രീതികളുണ്ട് സഹിയായി വന്ന. ഏത് രീതിയായാലും അതിലെ ദുആ വചനങ്ങൾ വരുമ്പോൾ അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു ദുആയാണ്, അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ എന്ന് തുടങ്ങുന്നത് ദുആയാണ്. അതേപോലെ സലാത്തിൽ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്, അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്, ഇതൊക്കെ ദുആയാണ്. ആ സന്ദർഭങ്ങളിലൊക്കെ ഈ വിരൽ ഇളക്കിയിരുന്നു എന്നുള്ളത് സഹിഹായ ഹദീസിൽ വന്നതാണ്. അതുകൊണ്ട് ദുആ ചെയ്തിരുന്നു, യുഹർരികുഹാ വയദഉ ബിഹാ, സഹിഹായ ഹദീസിൽ വന്നതാണ്. ചില റിപ്പോർട്ടുകളിൽ കാനല യുഹർരികുഹാ, റസൂലുള്ളാഹി വിരൽ ഇളക്കുമായിരുന്നില്ല എന്നും വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ റിപ്പോർട്ടിന്റെ മുഖവിലൊക്കെ എടുത്തിട്ട് ചിലർ പറഞ്ഞ വിരൽ ഇളക്കാൻ പാടില്ല, ചൂണ്ടാനേ പാടുള്ളൂ. പക്ഷേ 2 റിപ്പോർട്ടും ഇളക്കാൻ പാടില്ല എന്നുള്ള റിപ്പോർട്ടിനെ ദുർബലപ്പെടുത്തിയിട്ട് പണ്ഡിതന്മാർ. പക്ഷേ ഇനി അതിനെ സഹിയാണെന്ന് വെച്ചാൽ തന്നെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്ഥിരമായി ഇളക്കിയിരുന്നില്ല, പിന്നെ ചിലപ്പോഴൊക്കെ വിരൽ ഇളക്കിയിരുന്നു എന്നുള്ളതാണ്. അത് ദുആയുടെ സന്ദർഭങ്ങളിൽ. അങ്ങനെയാകുമ്പോൾ എല്ലാ ഹദീസും പരിഗണിക്കലായി വിരൽ ഇളക്കിയിരുന്നു എന്നുള്ള ഹദീസ് അത് സഹിഹായ ഹദീസാണ്. ഇസ്ലാമിക ലോകത്തെ പ്രാമാണികരായ പണ്ഡിതന്മാർ ആ ഹദീസിനെ
സഹിയാക്കുകയും അതുകൊണ്ട് വിരലിളക്കണം എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അത് പൂർവ്വകാലത്തും പറഞ്ഞിട്ടുണ്ട്, പിൽക്കാലത്തും പറഞ്ഞിട്ടുണ്ട്. ഏതായാലും വിരൽ ചൂണ്ടണം എന്നുള്ളത് വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് കാരണത്താൽ വിരൽ ചൂണ്ടി. 2 വിരൽ ചൂണ്ടിയപ്പോൾ റസൂലുള്ള പറഞ്ഞു, എന്താ പറഞ്ഞത്? അഹീദ് അഹീദ്. എന്താ അഹീദ് അഹീദ്? ഒരു വിരൽ ചൂണ്ടിയാൽ മതി. എന്തിനാണത് ചൂണ്ടുന്നത്? അള്ളാഹുവിൻ്റെ ഏകത്വം അത് വിളിച്ചറിയിക്കാൻ വേണ്ടിയിട്ട്. അള്ളാഹുവിൻ്റെ ഏകത്വം അത് വിളിച്ചറിയിക്കാൻ വേണ്ടിയിട്ട്. എന്താ അഹീദ് എന്നുള്ള പ്രയോഗം നോക്കി നിങ്ങൾ. അൽ അഹദ് എന്നുള്ളത് ആ പ്രയോഗത്തിൽ നിന്നാണ് അഹീദ് എന്നുള്ളതിൻ്റെ വരവ്. അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത് അള്ളാഹുവിൻ്റെ ഏകത്വത്തെ നമ്മൾ ഘോഷിക്കുക, പറയുക, അത് നമ്മൾ ഇപ്പോൾ തശഹ്ഹുദിലൊക്കെ ഇவ்விധം പ്രകാശിപ്പിക്കുക എന്നുള്ളത് ദീനാണ് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്.